നേരത്തെ കാസർഗോഡ് ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നിരുന്നു. ചരക്ക് ലോറികൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ കോൺക്രീറ്റ് ബീമുകൾ ഉരസുന്നതാണ് അവിടെ ആശങ്ക പരത്തുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി ബൈജു ചേരുന്നുണ്ട്. ബൈജു, നേരത്തെ പറഞ്ഞതുപോലെ ഓവുചാലിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഒപ്പം പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ്, അപകടത്തിനേറെ സാധ്യതകളുണ്ട്. ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണോ? സാധാരണ ദേശീയപാത വിഷയത്തിലൊക്കെ കൃത്യമായ നിരീക്ഷണമൊക്കെ ഉണ്ടാകുന്നതാണ്. ഇവിടെ അതിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട് എന്നാണോ? രഞ്ജിത്ത്, നിരവധി തവണ ഈ ദേശീയപാത അതോറിറ്റി അധികൃതർ ഈ വിവരം അറിയിച്ചെങ്കിലും ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ ഇവർ സാധിച്ചിട്ടില്ല. അശാസ്ത്രീയമായ നിർമ്മാണമാണെന്ന് ഇവർ പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് എന്താണ് പരിഹാരം എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. ഏതായാലും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ചരക്ക് വാഹനങ്ങൾ അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇതിൽ ഉരസുന്ന, അതായത് രാത്രികാലങ്ങളിൽ വലിയ ശബ്ദമാണ് കേൾക്കുന്നതെന്നാണ് പറയുന്നത്. ആ നിരവധി ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗമാണിത്, മേൽപ്പാലമാണത്. അതുമാത്രമല്ല, കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക്, ഏറ്റവും പ്രധാനമായ കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് ചന്ദ്രപേരി പാലം വഴി കടന്നു വരുന്ന ഒരു ഇടം കൂടിയാണിത്. അത്രത്തോളം പ്രധാനമായ ഒരു സ്ഥലത്താണ് ഇങ്ങനെ വാഹനങ്ങൾ ഈ അടിപ്പാലത്തിന്റെ മുകളിൽ ഉരസുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. മാത്രമല്ല, ഈ ഒന്നാം റീച്ച് കഴിഞ്ഞാൽ രണ്ടാം റീച്ചിൽ ചെങ്കള മുതൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തളിപ്പറമ്പ് വരെ ഇത്തരത്തിൽ വലിയ തോതിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണമാണ്. പല സ്ഥലത്തും ആശങ്കകളുണ്ട്. മേൽപ്പാലം പല സ്ഥലങ്ങളിലും മറുകരയെത്താനുള്ള സാഹചര്യങ്ങളില്ല. ഈ പടന്നക്കാടൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറയേണ്ടി വരും. അവിടെ ഈ നാട്ടുകാർക്ക് ഈ മോനാച്ച എന്ന് പറയുന്ന പ്രദേശത്തേക്കുള്ള റോഡ് പൂർണ്ണമായും അടച്ചിട്ട സാഹചര്യമാണ്. അങ്ങനെ അശാസ്ത്രീയമായ വലിയ തോതിലുള്ള നിർമ്മാണം ഈ ഓവുചാല് നൂറുകണക്കിന് കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഓവുചാലിന്റെ വ്യത്യാസം. ഈ മഴക്കാലം വന്നാൽ വെള്ളം ഇതിലൂടെ കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇതിൽ ഒക്കെ നിരന്തരം ഇവരെ ഇടപെട്ട് അധികൃതർ, ഈ ദേശീയപാത അധികൃതരുമായി ഇവർ സംസാരിച്ചെങ്കിലും ഇത് ശരിയാക്കി നൽകാം എന്ന് പറയുന്നതല്ല. അത് എങ്ങനെ ശരിയാക്കുമെന്നാണ്. 4 മീറ്റർ മാത്രമാണ് ഉയരം. ഇവിടെ നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. ഈ 4 മീറ്റർ ഉയരമുള്ള ഈ അടിപ്പാതയിലൂടെ എങ്ങനെയാണ് വലിയ വാഹനങ്ങൾ തിരിഞ്ഞു പോവുക? അവിടെ ഇത്തരത്തിൽ തിരിഞ്ഞു പോകാനുള്ള സൗകര്യവും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. വലിയ സർവീസ് റോഡാക്കട്ടെ, ചെറിയ സർവീസ് റോഡാണ്. ഒരു വാഹനത്തിന് കഷ്ടി പോകാൻ കഴിയുന്ന അവസ്ഥ. നടന്നു പോകാൻ, ഈ ഇതുവഴി ആളുകൾക്ക് നടന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യം. അങ്ങനെ അശാസ്ത്രീയമായ നിർമ്മാണം പല ഭാഗങ്ങളിലുമുണ്ട്. നേരത്തെ പെരിയയിലും അതുപോലെ തന്നെ പുല്ലൂരിലും നിർമ്മാണം നടക്കവേ ഈ അടിപ്പാലം തകർന്നു വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും മെഗാ കൺസ്ട്രക്ഷനാണ് രണ്ടാം ബീച്ചിലുള്ള ഈ നിർമ്മാണം. ഈ ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്താണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അവിടെ മഴക്കാലം വന്നാൽ അത് റോഡ് ഇതുവഴി ഗതാഗതം നിരോധിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്രത്തോളം മണ്ണിടിച്ചാണ് പ്രദേശത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായി. ആത്മഹത്യാ ഭീഷണി മുഴക്കിയ സാഹചര്യമൊക്കെ കുടുംബങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ വലിയ തോതിലുള്ള ആശങ്ക ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. അടിയന്തരമായി ഇത് പരിഗണിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതല്ലെങ്കിൽ ഈ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ഈ കാര്യത്തിൽ അടിയന്തരമായി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ശ്രദ്ധ വേണം. കാരണം അത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു അടിപ്പാത മാത്രമല്ല, പല ഇടങ്ങളിലും അടിപ്പാതകളുടെ ഉയരം കുറവാണ്. അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നിർമ്മാണം എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ തന്നെ മനസ്സിലാകും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രധാന നഗരങ്ങളിലൊക്കെയാണ്. ഈ പ്രധാന നഗരങ്ങളിലേക്ക് കടന്നു പോകുന്ന വഴികളിലൊക്കെയാണ് ഈ പ്രശ്നമുള്ളത്. എന്തായാലും അടിയന്തരമായി ഈ ശ്രദ്ധ വേണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണം വളരെ വേഗത്തിൽ ആക്കണമെന്ന ഒരു ആവശ്യവും വരുന്നു. ഇതോടൊപ്പം ഈ നിർമ്മാണം പൂർത്തിയാകാത്ത സ്ഥലത്താണ് ഈ ടോൾ പിരിവ് നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ അതിൽ ഒരു പ്രതിഷേധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിങ്കളാഴ്ച വനിതാ മാർച്ച് നടക്കുകയാണ് ഇപ്പോൾ ഈ ടോൾ പിരിവിനെതിരെ. അങ്ങനെ വലിയ തോതിലുള്ള പ്രതിഷേധം ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലുമുണ്ട്. പലതരത്തിലുള്ള ആശങ്കകളുമുണ്ട്. ഓവുചാലിന്റെ പ്രശ്നങ്ങളുണ്ട്. നടന്നു പോകാനുള്ള കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ നാട്ടുകാർ വലിയ തോതിലുള്ള പ്രതിഷേധമായി രംഗത്ത് ഇറങ്ങാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്. ശരി ബൈജു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.